നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എനിക്ക് മതിയമ്മ. അതിന് നീ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പ് തോന്നണ്ടേ അമ്മ. ഇനി അവൾക്ക് സൂര്യ കണ്ടാലേ വിശപ്പ് വരുത്തുള്ളൂ അമ്മ. അതെ മായച്ചി, എനിക്കറിയാം സൂര്യയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. സ്വന്തമായിട്ട് ഫോൺ എടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഇപ്പൊ എത്ര പ്രാവശ്യം സൂര്യ എന്നെ വിളിക്കുമായിരുന്നു. മോളെ, സീതയുടെ ആകെ ദേഷ്യത്തിലാ. നീ ബാത്റൂമിൽ ബോധമില്ലാതെ കിടന്നു എന്നറിഞ്ഞപ്പോ അവന് സഹിച്ചില്ല. അതുകൊണ്ടാ അവൻ ഇത്രയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്നത്. ഒരു കണക്കിന് സൂര്യ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു നന്നായി. ഇല്ലെങ്കിൽ സൂര്യയായിട്ട് സേതോട്ടം വഴക്കുണ്ടാക്കിയേനെ. സേതോട്ടാ, സൂര്യ ഒന്ന് വിളിച്ചതാ. സേതോട്ടാ, ഇവരാരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടാ. ഇനി ഞാൻ അറിയാതെ ഇനി നീ ആരോടും ഫോണിൽ സംസാരിക്കണ്ട. അതെന്താ സേതോട്ടാ, ഇന്ന് വരെ ഇങ്ങനെയൊന്നും സേതോട്ടൻ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. ആ ഭാവനയല്ല ഇപ്പൊ നീ. അന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നു. ഒരാൾ നിന്റെ മുന്നിൽ വരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിന്റെ അവസ്ഥ അതാണോ? ഇപ്പൊ ഞങ്ങൾക്ക് നിന്റെ ജീവനാണ് പ്രധാനം. ഞാൻ അതിന് മറ്റാരെയും വിളിച്ചു തരാൻ പറഞ്ഞില്ലല്ലോ. സൂര്യ വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. സോറി ഭാവന, ഞാൻ വിളിച്ചു തരത്തില്ല. എന്തുകൊണ്ട്? അതുകൂടി പറ. സൂര്യ എന്ത് തെറ്റാ ചെയ്ത് ചെയ്തിട്ടാ? നോക്ക് മോളെ, ഞാൻ ഒരിക്കലും സൂര്യ ഒരു തെറ്റുകാരനാക്കിയിട്ടില്ല. പക്ഷെ സൂര്യക്ക് സൂര്യയുടെ ആവശ്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മളോട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. സീതോട്ടൻ എന്ത് മനസ്സിലാക്കി നീ പറയുന്നേ? പറയാം. കാരണം എന്താണെങ്കിലും ആരുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിലും നിനക്കൊരാപത്ത് വന്നു. ഭാഗ്യത്തിന് അമ്മ ആ സമയത്തോടെ വന്നതുകൊണ്ട് ബാത്റൂമിൽ ബോധമില്ലാതെ കിടന്ന് നിന്നെ രക്ഷിക്കാനെങ്കിലും പറ്റി. ആ സമയത്ത് സൂര്യ എന്റെ അടുത്തുണ്ടായിരുന്നോ? എന്താ ഏട്ടാ, സൂര്യക്ക് എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഇരുന്നാ മതിയോ? ശരി, സൂര്യക്ക് സൂര്യയുടെ ആവശ്യങ്ങളുണ്ട്. അത് സ്വാഭാവികമാണ്, സമ്മതിച്ചു. പക്ഷെ ഇന്ന് ഞങ്ങളവിടെ വന്നപ്പോ കണ്ട കാഴ്ച എന്താ? സെപ്പിന്റെ മുകളിൽ നിന്നെ കൊണ്ട് വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ആ മാനസ വേറെ പോരിക്കല്ലായിരുന്നു. മോളെ, നീ ആ സമയത്ത് വീൽ ചെയറിൽ നിന്ന് അങ്ങനെ ഉരുണ്ട് താഴേക്ക് വീണിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സീതോട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇത്രയും ദിവസവും ആ മാനസ തന്നെയാ എന്നെ അവിടെയൊക്കെ കൊണ്ടുവരാറുള്ളത്. അങ്ങനെ ഒരു സ്വപ്നം സേതോട്ടൻ കണ്ടതുകൊണ്ടാ ഭാവനെ പേടിച്ചു പോയത്. ആ, പക്ഷെ ആ സമയത്ത് സൂര്യയോട് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതിന്റെ അർത്ഥം സൂര്യക്ക് ഭാവനയെ നോക്കാൻ സമയമില്ല എന്നല്ലേ? ഏട്ടാ, വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിക്കല്ലേ. ഒരാവശ്യം വന്നാ സൂര്യക്ക് പുറത്തു പോണ്ടേ? സേതോട്ടൻ എന്താ എപ്പോഴും ഈ വീടിനകത്ത് തന്നെയാണോ ഇരിക്കുന്നത്? അതുകൊണ്ടാണ് നിന്റെ കാര്യം. നിനക്കൊരു ആവശ്യം വന്ന അവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? ആ മാനസയാണോ? അവരൊക്കെ എത്ര ദിവസം നോക്കുന്നു എന്റെ വിചാരം? എന്തായാലും ഞാൻ സൂര്യ ആദ്യം ഒന്ന് കാണട്ടെ, എന്നിട്ട് മതി സൂര്യയോട് നീ സംസാരിക്കുന്നത്. സൂര്യ, സേതുവേട്ടൻ വീട്ടിലാണോ? അതെ സൂര്യ. ഭാവനയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ? ഭാവന നല്ല ഉറക്കത്തില്ല സൂര്യ. നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടാ കിടന്നത്. വിളിക്കണോ? എന്നാ വേണ്ട സേതുവേട്ടാ, ഞാൻ പിന്നെ വിളിച്ചോളാം. ആ ശരി ശരി സൂര്യ.
എന്താ സൂര്യ? ഭാവന ഉറങ്ങുക. എന്തിനാ സേതുട്ടാ ഞാൻ ഉറങ്ങാണെന്ന് കള്ളം പറഞ്ഞത്? തൽക്കാലം ഞാനൊരു കള്ളം പറഞ്ഞതാ. ആദ്യം ഞാൻ സൂര്യ ഒന്ന് കാണട്ടെ. ഇനി ഇതിന്റെ പേരിൽ നിനക്കെന്നോട് ദേഷ്യം തോന്നണ്ട. ഭാവന ഉറങ്ങിയെന്ന് സേതുവട്ടം വെറുതെ പറഞ്ഞതാ മനസ്സ്. എനിക്കും അങ്ങനെ തോന്നി സൂര്യ. ഞാൻ വന്ന ഉടനെ ഒന്ന് പോകേണ്ടതായിരുന്നു. ഭാവനയ്ക്ക് സൂര്യ അറിയാലോ, പിന്നെന്താ? വിഷമിക്കാതിരിക്കെ സൂര്യ, നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ട് പോവാം. പാവം ഇപ്പൊ തന്നെ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കാവും. അവൾ ഉറങ്ങിയിട്ടില്ലെന്നും അവൾക്ക് ഉറങ്ങാനാവില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അവൾക്കും അറിയാം. ഒരു ദിവസം ഭാവന ഇവിടെ നിന്ന് മാറിയപ്പോ സൂര്യ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്നാ തോന്നുന്നേ. ആന്റി കരുതും പോലെ അത്ര പെട്ടെന്നൊന്നും ഭാവനയിൽ നിന്ന് സൂര്യ അകറ്റാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ പറ്റൂ. സൂര്യ, വാ വന്ന് എന്തെങ്കിലും കഴിക്കേ. ഇനി നമ്മൾ മാത്രമേ കഴിക്കാനുള്ളൂ. വിശപ്പില്ല മനസ്സ്, താൻ പോയി കഴിക്കാം. അച്ഛനും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ബെസ്റ്റ്. അങ്കിള് കഴിക്കുകയും ചെയ്തു, പകുതി ഉറക്കമാവുകയും ചെയ്തു. വാ സൂര്യ, ഫുഡ് കഴിക്കാന്നേ, വാ. കണ്ടോ എടുത്തി, അവള് പിടിക്കുക. എവിടെ എങ്ങനെ നിക്കണമെന്ന് അവക്കറിയാം. വാ നമുക്ക് കഴിക്കാൻ പോവാം. എന്താ സൂര്യ ഇത്, വാശി പിടിക്കല്ലേ, വാ. ജയ കണ്ടില്ലേ അവക്ക് അവനോടുള്ള സ്നേഹം. ഇതുപോലെ ഭാവന ഇവിടുന്ന് മാറ്റി നിർത്തിയാലേ നമ്മുടെ ഉദ്ദേശം നടക്കൂ എടുത്തി. ഇതിപ്പോ ലക്ഷണം കണ്ടിട്ട് നാളെ തന്നെ സൂര്യ പോയി ഭാവനയെ കൊണ്ടുവരുമെന്നാ തോന്നുന്നത്. ഭാവന ചെയ്ത് വിടുമെന്ന് തോന്നുന്നില്ല എടുത്തി. ഈശ്വര, കുറച്ച് ദിവസത്തേക്കെങ്കിലും ഭാവന ഇവിടേക്ക് കൊണ്ടുവരല്ലേ. വാ സൂര്യ, എനിക്ക് നല്ല വിശക്കുന്നു, വാ. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. താൻ പോയി കഴിക്ക. അതൊന്നും പറഞ്ഞാ പറ്റില്ല, വന്നേ, വാ. വാശി പിടിക്കല്ലേ, വാ സൂര്യ, വാ വാ, നടക്ക്. അജേട്ടനെ കൂടി വിളിക്കട്ടെ? വേണ്ട, ഏട്ടൻ ഉറങ്ങിക്കോട്ടെ. ഇരിക്ക് സൂര്യ, ഇരിക്ക്.